ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ മൂവി റിവ്യൂ സെഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയല്ല. തിയേറ്ററിൽ നിന്ന് മാറി ഇപ്പോൾ OTT റിലീസായ ഒരു മൂവിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ ചെറിയൊരു റിവ്യൂ ആയിരിക്കും. എന്നിരുന്നാലും സിനിമയെ പറ്റിയുള്ള ഒരു ബേസ് പ്ലോട്ടും അതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മൾ മാക്സിമം പറയാൻ ശ്രമിക്കുന്നതുമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഹനുമാൻ ഒരു തെലുഗു മൂവിയാണ്. പക്ഷേ മലയാളം അതുപോലെ തമിഴ് ഡബ്ഡ് വേർഷൻസ് കേരളത്തിൽ അവൈലബിൾ ആയിരുന്നു. അതിൽ ഞാൻ കണ്ടത് മലയാളം വേർഷനാണ്. അതുകൊണ്ട് തന്നെ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മൂവിയുടെ ബേസ് പ്ലോട്ടിലോട്ട് വരാം. ഹനുമന്ത് എന്നൊരു പിക്ക് പോക്കറ്റ്. അദ്ദേഹം ഒരു കള്ളനാണ്. കള്ളൻ ഇൻ ദ സെൻസ് അദ്ദേഹം ചെറിയ ചെറിയ മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം താമസിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജനാദ്രി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക സ്ഥലത്താണ്. ശേഷം അദ്ദേഹത്തിന് അവിചാരിതമായിട്ടൊരു സൂപ്പർ ഹീറോ പവർ ലഭിക്കുകയും ഹനുമന്ത് മാറുന്നതുമാണ് മൂവിയുടെ മെയിൻ ഒരു കൺസെപ്റ്റ്. പെർട്ടിക്കുലർലി ഹനുമാൻ ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. പക്ഷേ സാധാരണ ഒരു സൂപ്പർ ഹീറോ പവറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഭക്തി അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടച്ചിലെ ഒരു സൂപ്പർ പവർ ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷെ ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദൈവങ്ങളുടെ ഒരു റെഫറൻസും കാര്യങ്ങളും ഒക്കെ ഈ മൂവിയിൽ വരുന്നുണ്ട്. ഇനി മൂവിയുടെ ടെക്നിക്കൽ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് അതിൻ്റെ എടുത്ത് പറയാനുള്ളത്, ആ ഒരു മൂവിയുടെ VFX വർക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ്. ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു VFX വർക്കോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് വർക്കോ ആവശ്യമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ അവരത് വളരെ മികച്ചതായിട്ട് കാണിക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവരുടെ സാങ്കല്പിക സ്ഥലമായ അജനാദ്രിയുടെ ഒരു ഓവറോൾ ലുക്ക് തരുന്ന ഒരു ഹെലിക്യാം ഷോട്ടുകളൊക്കെ ഉണ്ട്. ഹനുമാന്റെയൊക്കെ ഒരു വലിയൊരു രൂപമുണ്ട്. അതൊക്കെ വളരെ മികച്ച രീതിയിൽ ആ ഒരു പൊട്ടും പൊടിയും അതിൻ്റെ ഒരു സ്ഥലം അങ്ങനെ വളർന്നു വന്നതായിട്ട് അല്ലെങ്കിൽ ഒരു കാലക്രമേണ മരങ്ങളൊക്കെ വന്ന് ഭംഗിയുള്ളൊരു പ്രദേശമായിട്ട് മാറിയതിൻ്റെ എല്ലാ ടച്ചും ആ ഒരു VFX ആൻഡ് ഗ്രാഫിക്സ് വർക്കിൽ കാണാനുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ VFXന്റെ കുറവ് അല്ലെങ്കിൽ ഒരു പോരായ്മ കാണാനുമുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഹീറോ ഒരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് ഓടുന്നൊരു സീനുണ്ട്. ആ ഒരു സീനിൽ ഹീറോൻ്റെ ടൈറ്റ് ക്ലോസ് വെക്കുമ്പോൾ സൈഡിലുള്ള മരങ്ങളും ചെടികളും, അദ്ദേഹം ഓടുവാണല്ലോ, അപ്പോൾ സൈഡിലുള്ള മരങ്ങളും ചെടികളും മിന്നി മറയുന്നതൊക്കെ വളരെ കാർട്ടൂണിസ്റ്റ് ടച്ച് പോലെ എനിക്ക് തോന്നി. പക്ഷേ ആ ഒരു മൂവിയിൽ ആ ഒരു കാർട്ടൂണിസ്റ്റ് ടച്ച് വരുന്നത് തന്നെ വളരെ നന്നായിട്ട് തന്നെയുണ്ട്. ഇത് അത്തരത്തിലൊരു സ്റ്റോറിയാണല്ലോ, അതായത് ഒരു ദൈവികപരമായിട്ടുള്ള സൂപ്പർ പവർ കിട്ടുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള VFX വർക്ക് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ആ ഒരു മൂവി കൺസെപ്റ്റിന് അത് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ചില പോർഷൻസ് ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഒരു ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്. അതിലെ ഫൈറ്റ് സീനുകളുടെ ഒരു കൺസെപ്റ്റ് ഒക്കെ വളരെ മികച്ചതായിട്ട് ഒരു അച്ചാറിടുന്നൊരു സോങ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് അവർ കറക്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം ഒരു സൂപ്പർ ഹീറോയാണ്. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹീറോ പവറുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത്തരം രീതിയിലോട്ട് വരുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നീട് ഇദ്ദേഹത്തിന് സൂപ്പർ പവർ ഒരു ഇനീഷ്യൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ കിട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ്റെ ബിൽഡപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ മികച്ചതായിട്ടും ബിൽഡപ്പിന് ശേഷം വരുന്ന സീൻസുകൾ, അതിൻ്റെ വിഷ്വൽസ്, അതൊക്കെ വളരെ നല്ല രീതിയിലും വന്നിട്ടുണ്ട്. വിഷ്വൽ സൈഡ് മൂവി ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ലാപ്പിലാണ് കണ്ടത്. എന്നാൽ പോലും കുറച്ചും കൂടെ ഒരു വലിയൊരു സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അത് കണക്ട് ചെയ്ത് ആ ഒരു സാങ്കല്പിക ലോകത്തായിരുന്നു എന്നൊരു തോന്നൽ എനിക്കും ഓട്ടോമാറ്റിക്കലി വന്നേനെന്ന് തോന്നുന്നു. വിഷ്വൽ സൈഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഓഡിയോ സൈഡിനെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് വേർഷനാണ്. മലയാളം ഡബ്ഡ് വേർഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എസ്പെഷ്യലി അതിൻ്റെ ഡയലോഗ് അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എക്സാക്റ്റ് ഒരു മീനിങ് ഇല്ലേ, അതിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നി. അത് ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ KGF-ഉം ബാഹുബലി മൂവിയുടെ ഒക്കെ ഒരു തർജ്ജമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണല്ലേ. പക്ഷേ ഈ ഒരു മൂവിയിലോട്ട് വന്നപ്പം ആ ഒരു പരിഭാഷ അല്ലെങ്കിൽ ആ ഒരു ഡബ്ഡ് വേർഷൻ്റെ ഒരു മികവ് കുറച്ച് അത്രയ്ക്ക് രീതിയിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ തമിഴ് വേർഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഓഡിയോ മാറ്റി നോക്കിയപ്പോഴേക്കും ആ ഒരു ക്യാരക്ടറിന് ആ ഒരു വോയിസ് മാച്ച് ആയിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചില പോർഷൻസിലെ സൗണ്ടുകളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതും ചില ചേഞ്ചുകളൊക്കെ ഇല്ലേ, ടോൺ ചേഞ്ചുകളൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് തമിഴിലുമായിരുന്നു. പക്ഷെ അതിൻ്റെ മ്യൂസിക് സൈഡ് കുറെ കൂടെ ബെറ്റർ ആയിട്ടാണ് അവർ വർക്ക് ചെയ്തത്. ആ സൂപ്പർ ഹീറോ കൺസെപ്റ്റിന് വേണ്ട സിറ്റുവേഷൻ ഇങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പോർഷനെയൊക്കെ കുറച്ചും കൂടെ എലവേറ്റ് ചെയ്യാനായിട്ട് ഒരു മ്യൂസിക് പോർഷൻ സാധിച്ചിട്ടുണ്ട്. ചില SFX വർക്കുകൾ എനിക്ക് കുറച്ചധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി ഒരു പോർഷനിൽ ഹെലികോപ്റ്റർ വന്ന് ഇവരുടെ സ്ഥലത്തേക്ക് ഇറങ്ങുന്നൊരു സീനുണ്ട്. കോപ്റ്ററിൻ്റെ ലീഫ് കറങ്ങുമ്പോഴും
അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമ്പോഴും ആ ഒരു സൗണ്ടിൻ്റെ വേരിയേഷൻ നമുക്ക് മനസ്സിലാകുമായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ആ ഒരു വേരിയേഷൻ ഒന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് നോക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ചില ഭാഗങ്ങളിൽ ഈ SFX വർക്കിൻ്റെ ഒരു പോരായ്മ കാണാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ മ്യൂസിക്കൽ വൈസ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വൈസും ആ ഒരു സിറ്റുവേഷനെ ബിൽഡപ്പ് ചെയ്യുന്നതിനും ആ ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റ് നമ്മളിലോട്ട് എത്തിക്കുന്നതിനും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ പറ്റി പറയാം. ഇതിലെ മെയിൻ ഹനുമന്തിന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് തേജ സജ്ജയാണ്. ബോഡി വൈസും ഫിസിക്കൽ വൈസും കുറച്ച് മെലിഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു ഫൈറ്റിന് പോകാൻ കുറച്ച് വിമുഖത കാണിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ഓൾറെഡി ഒരു സീൻ നമ്മളിലോട്ട് ഓൾറെഡി എത്തിച്ചു തരും. അത്തരത്തിലുള്ള ഒരാളാണ് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നി. ആ ഒരു ഡിഫറൻസ് ഇൻ ഹിസ് ആക്ടിങ് അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ചില ക്യാരക്ടേഴ്സ്, അതിൽ എടുത്തു പറയേണ്ടത് വിനയ് റായുടെ ക്യാരക്ടറുണ്ട്. അദ്ദേഹമാണ് വില്ലൻ റോൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ ഉണ്ട്. അതിലെ ഫസ്റ്റിൽ എനിക്കൊരു സീൻ അധികം ദഹിച്ചില്ല. അത് നിങ്ങൾ മൂവി കാണുമ്പോൾ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിലെ അദ്ദേഹം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അത് അദ്ദേഹത്തിന് ഇൻറ്റൻസിറ്റി പറയാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും എനിക്കെന്തോ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ബാക്കിയുള്ള ഭാഗങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് പറയേണ്ടത് വരലക്ഷ്മി ശരത് കുമാറിൻ്റെ ക്യാരക്ടറിനോടാണ്. ഹനുമന്തിൻ്റെ ചേച്ചിയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി അനിയൻ ആ ഒരു ബോണ്ട്, ഇമോഷണൽ കണക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് സമുദ്രക്കനി സാറൊക്കെ ചെയ്ത ഒരു വിഭീഷണന്റെ റോള് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സിറ്റുവേഷനെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ആ ഒരു ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അമൃത അയ്യറൊക്കെ ചെയ്തൊരു ക്യാരക്ടറാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും ചെയ്യാനില്ല. സാധാരണ ഒരു തെലുങ്ക് മൂവീസിൽ കാണുന്ന പോലെ ഒരു നായികാ സങ്കല്പം അത് തന്നെ ഈ ഒരു മൂവിയിലുള്ളൂ. എനിക്ക് ഒട്ടും താല്പര്യം തോന്നാത്ത 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്ന് ഗെറ്റപ്പ് ശ്രീനു എന്ന് പറയുന്ന ഒരു ആക്ടർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് മാത്രമല്ല വെണ്ണല കിഷോർ, അദ്ദേഹം ഒരു നല്ലൊരു ആക്ടറാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ഒരു ആക്ടിങ്ങും കോമഡിക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വിസിബിൾ ആണ് അവിടെ. പക്ഷെ അവർ ചെയ്യുന്ന കോമഡി എനിക്കെന്തോ എന്നിലേക്ക് അത് കണക്ട് ആകാൻ സാധിച്ചിട്ടില്ല. അത് ചിലപ്പോൾ പരിഭാഷയുടെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. കുറേയൊക്കെ കോമഡി കൊണ്ടുവരാൻ അവർ ശ്രമിച്ച് എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒന്നും വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി മൂവിയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളിലോട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ച് എലവേറ്റ് ആവുന്നുണ്ട്. അത് എന്ത് രീതിയിലാണെന്നുള്ളത് കാണുന്നവരുടെ വീക്ഷണമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കൊരു മൂവിനെ 2 രീതിയിലെടുക്കാം അല്ലേ. ഒന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയായിട്ടും ഒന്ന് അതിലെ സോഷ്യൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പറയുന്ന ഒരു രീതിയായിട്ടും. അതിൽ കുറച്ച് കാര്യങ്ങൾ ഹിഡൻ ആയിട്ട് പറയാൻ ശ്രമിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊരു സൂപ്പർ ഹീറോ മൂവി, ഒരാൾക്കൊരു സൂപ്പർ ഹീറോ പവർ കിട്ടുന്നു, അതെങ്ങനെ കിട്ടുന്നു, എന്തിന് കിട്ടുന്നു, ആ ഒരു രീതിയിലാണ് ഞാൻ ഒരു മൂവിനെ കണ്ടത്. എന്തൊക്കെയോ ഒളിഞ്ഞു നിന്ന് പറയാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാം. ഞാൻ ആ ഒരു മൂവിനെ എൻ്റർടൈൻമെൻറ്റ് രീതി അതിനപ്പുറത്തേക്ക് ഡയമെൻഷൻ ഞാൻ ചിന്തിച്ചില്ല. അതിൽ എസ്പെഷ്യലി അതിൻ്റെ ഇൻ്റർവെൽ പോർഷനിലൊക്കെ ഇന്റർവെൽ എന്ന് പറയുന്നതിന് പകരം ജയ് ശ്രീറാം എന്നൊക്കെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മാത്രമല്ല ക്ലൈമാക്സിനോട് അടുക്കുമ്പം ഒരു സിറ്റുവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അതിനെ കാണുന്നവരെ അങ്ങനെ കാണും, പക്ഷേ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ കാണുന്നവർ അങ്ങനെയും കാണാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു മൂവി അത് ക്രിയേറ്റ് ചെയ്യുന്നത് അത് കാണുന്നവൻ്റെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്. അത്തരത്തിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മൂവി അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ എനിക്ക് വർക്കൗട്ട് ആയിട്ടൊരു മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് വർമ്മയാണ്. അദ്ദേഹം ഈ ഒരു മൂവിയിലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് 2025 വരും എന്ന് ക്ലൈമാക്സിൽ പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഓവറോൾ ഹനുമാൻ എനിക്കൊരു ഗുഡ് വാച്ച് ആയിട്ടാണ് തോന്നിയത്. ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടവരാകും, നിങ്ങൾക്ക് ഈ അഭിപ്രായം ആകണമെന്നില്ല. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ മൂവി കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കാണാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.